തിരിച്ചു വരുന്നുകൊണ്ടല്ല, സി പി എംകാർ തന്നെ ഇത് പറയണം. അയ്യപ്പ വിശ്വാസികളെ വ്രണപ്പെടുത്തുന്നതിനെതിരെ അവർ നിലപാടെടുക്കുന്നു എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷം. ഇനി എൻ്റെ സീരിയസ് ആയിട്ട് ഉത്തരം പറഞ്ഞാൽ, ഞാൻ ആശയപരമായി സി പി എമ്മിനോട് എതിര് നിൽക്കുന്ന വ്യക്തിയാണ്. ഞാനൊരു ഹിന്ദു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റ് ആണ്. സി പി എം സെക്കുലർ ലെഫ്റ്റാണ്. പക്ഷേ ഞാൻ സഖാക്കളെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. സഖാവെന്ന വാക്കിന് ഒരു നന്മയുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഒരു കാലത്ത് നമ്മുടെ ജാതീയതയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്, സമത്വം ഇല്ലാതിരുന്ന കാലത്ത് സഖാക്കന്മാരാണ് ഒരർത്ഥത്തിൽ പല കാര്യങ്ങളും ഹിന്ദു സമൂഹത്തെ ഒരുമിച്ച് നിർത്തി. അതുകൊണ്ട് ചരിത്രപരമായി നമ്മുടെ KG ആണെങ്കിലും കൃഷ്ണപിള്ള അടക്കമുള്ളവർക്ക് വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പം അതിനെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ടേ സംസാരിക്കുക. അതുകൊണ്ട് എല്ലാ സഖാക്കളും മോശമാണെന്ന് പറയുന്നത് ശരിയല്ല. ആ സഖാക്കളാണ് അയ്യപ്പ എന്ന വാക്ക് അത് എല്ലാ സഖാവിനും വിളിക്കുന്നതാണ്. ഞാൻ സി പി എംകാരെ TV ചർച്ചയ്ക്കൊക്കെ സഖാവെന്നാണ് പലപ്പോഴും വിളിക്കാറുള്ളത്. സഖാവിനെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഇത് അയ്യപ്പ വിശ്വാസികളെ ഒന്നും പറയപ്പെടുത്തുന്നില്ല, CPM-ന് ഡാമേജ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സത്യം. അല്ല, ഇത് ചോദിക്കാൻ കാര്യം, ഈ സമൂഹ മാധ്യമങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ കണ്ടാണ്, ഇത് നമ്മൾ മുമ്പ് ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഈ മതവികാരത്തെ വ്രണപ്പെടുത്തി എന്ന് പറയുന്ന ഈ ഭാവം, അല്ലെങ്കിൽ CPM തന്നെയാണ് 2019 യുവതി പ്രവേശന സമയത്ത് കോളേജിൽ SFI ഒരു ചിത്രം വെക്കുകയുണ്ടായി. അവിടെ ഒരു 2 കാലുകളും ചോരൊലിക്കുന്നു, അയ്യപ്പന്റെ ചിത്രമാണ് വെച്ചിരുന്നത്. ഈ CPM-കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPM-കാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPM-ന്റെ 80% ഹിന്ദുക്കളാണ്. അതായത് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈഴവ വിഭാഗം, നായർ വിഭാഗം, പണ്ട് നമ്പൂതിരിമാരായിരുന്നു. ഈ ഇല്ലങ്ങളിലൊക്കെയാണ് CPM ഏറ്റവും കൂടുതൽ വളരുന്നത്, പിന്നെ പിന്നോക്ക വിഭാഗങ്ങൾ. അപ്പോൾ CPM-കാർ പലപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉള്ളവരാണ്, എന്നാൽ ആശയപരമായ വ്യത്യാസമാണ്. അതുകൊണ്ട് CPM-കാരെ നിലപാട് പറഞ്ഞ് തിരുത്തി സ്വീകരിച്ച് സ്വാഗതം ചെയ്യണം എന്നൊരു സ്റ്റാൻഡാണ് ഉള്ളത്. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ, ശങ്കരാചാര്യരുടെ ഭാഷയിൽ, ശങ്കരാചാര്യരുടെ കാലത്തെ ഹിന്ദു ലെഫ്റ്റാണ് ബുദ്ധിസ്റ്റുകൾ. ശങ്കരാചാര്യർ അവരെ തിരിച്ച് നമ്മുടെ മാതൃധർമ്മത്തിലേക്ക്, ഹിന്ദു ധർമ്മത്തിലേക്ക്, സനാതന ധർമ്മത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അതേപോലെ CPM-കാരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്യമമാണ് നമ്മൾ ചെയ്യേണ്ടത്. CPM-കാരെ ഈ സഖാക്കളാണ് അയ്യപ്പ എന്ന വാക്ക് കേൾക്കുമ്പോൾ എനിക്കൊരു വിഷമമാണ്. വേറെ ഒന്നും കൊണ്ടില്ല. ഇപ്പം ചെഗുവേരയുടെ മോള് വന്നിരുന്നു. ചെഗുവേരയുടെ മോള് എന്ന് പറഞ്ഞാൽ വളരെ താല്പര്യത്തോടെ കാണാൻ പോയി. എൻ്റെ ബൈക്കിൻ്റെ പേര് ലാ പെഡ്രോസ എന്നാണ്. ലാ പെഡ്രോസ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെഗുവേരയുടെ ബൈക്കാണ്. അതാണ് ഈ BJP നേതാക്കൾക്കും പലപ്പോഴും പ്രശ്നം. ചെഗുവേരയൊക്കെ ആക്രമിക്കും. നമുക്ക് ചെഗുവേരയോട് എന്താ ദേഷ്യം? ഇവിടുത്തെ ഏതെങ്കിലും CPM-കാരൻ അല്ലെങ്കിൽ SFI-കാരൻ അല്ലെങ്കിൽ DYFI-കാരൻ നമ്മളോട് ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞ് ചെഗുവേരയോട് ദേഷ്യം തീർക്കേണ്ട കാര്യം എന്താ? അല്ല, താങ്കൾ ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഈ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നവരെ എന്നെ അകത്തിടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അത് രാഷ്ട്രീയമായി മുതലെടുത്താണെന്നാണ് തോന്നുന്നത്. 2 കാര്യങ്ങളാണ്. CPM പ്രധാനമായിട്ട് ഈ ഇലക്ഷനിൽ മുമ്പോട്ട് വെച്ചത്, ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പകരമായിട്ട് വെച്ച നറേറ്റീവ് എന്ന് പറയുന്നത്, കോൺഗ്രസിലെ പല ആൾക്കാരും സ്ത്രീ പീഡകരാണ്. മുഖ്യമന്ത്രി പോലും, എനിക്കത് വേദന തോന്നി, മുഖ്യമന്ത്രി പോലും വന്നിട്ട് യാതൊരു മടിയുമില്ലാതെ കൊന്നു കളയുമെന്ന് വരെ അവർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയല്ല പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് അവർ തമ്മിലുള്ള പേഴ്സണൽ കോൺവെർസേഷനിൽ എന്നെ നീ കൊല്ലുവോ എന്ന് ചോദിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു, എടാ നിന്നെ കൊല്ലാനാണെങ്കിൽ എങ്ങനെ ആവശ്യമില്ലല്ലോ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രി പോലും അത് ആ കൊല്ലുക എന്ന വാക്കിന്റെ ധ്വനി മാറ്റി പ്രയോഗിക്കുകയുണ്ടായി. അപ്പം മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് അറിയാം, ഞാൻ വെളിയിൽ വരികയാണെങ്കിൽ ഞാനാണല്ലോ ഇതിനെതിരെ ക്യാമ്പയിൻ ചെയ്തത് പ്രധാനമായിട്ട്.